ഹലോ, വെൽക്കം ബാക്ക്. സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഹൊററമ്മച്ചി തന്നെയാണ് കേട്ടോ. സമ്മതിക്കില്ല, അല്ലാതെ അവൾക്ക് യാതൊരു സമാധാനമില്ല, മറുപടി കൊടുക്കാതെ സമാധാനമില്ല. അവളുടെ വാട്സപ്പിൽ മെസ്സേജ് വന്നങ്ങ് നിറയാണെന്നാണ് പറയുന്നത്. പ്രൈം മിനിസ്റ്റർക്കില്ലാത്ത എൻക്വയറീസ് ആണ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ് അവൾക്ക് ചെല്ലുന്നത്. ഇത് ആരാണ് അയക്കുന്നതെന്നുള്ളത് അതാരാണെന്നറിയാം. ഒരു 4-5 ആണുങ്ങളുണ്ട്. ആകെപ്പാടെ നോക്കൂ, അവളുടെ ചാനലൊന്ന് എടുത്ത് നോക്കൂ നിങ്ങൾ. ആകെ കൂടെ 3-4 അല്ലെങ്കിൽ പോട്ടെ 8 കമൻസ് ഉണ്ടാവും. റിപ്പീറ്റായിട്ട് കുറച്ച് ആണുങ്ങൾ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ കന്നിമാസത്തിൽ ചില ഡിയോജികൾ ഇങ്ങനെ നടക്കില്ലേ, അങ്ങനെ നടക്കുന്ന കുറച്ച് ആണുങ്ങൾ മാത്രമാണ് അവളുടെ ചാനലിൽ റിപ്പീറ്റായിട്ട് ഇങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ജെൻസ് ബേസ്ഡ് ആയിട്ടുള്ള അവർക്ക് കാണാൻ പറ്റുന്ന, അവർക്ക് കാണേണ്ട ആവശ്യമുള്ള എന്ത് കണ്ടന്റാണ് അവൾ ചെയ്യുന്നത്? ഉള്ളത് മുഴുവൻ ഇങ്ങനത്തെ കുറേ അവന്മാരാണ്. പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അവൾ എന്ത് കാണിക്കട്ടെ, അതിൻ്റെ ഒരു ആഘാതമാണ് അവൾക്ക് കിട്ടിയതും മുമ്പേ കിട്ടിയില്ലേ. എന്നിട്ട് അവൾ പറയുക, ഇങ്ങനെയുള്ള അവന്മാരെയൊക്കെ നീ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമായിരിക്കും, നീ അങ്ങോട്ട് ഇത് ചെയ്യുമായിരിക്കും. ഞാൻ ചെയ്യില്ല. നാണം ഉണ്ടോടി നിനക്ക്? ഞാനാണോ ഇങ്ങനെയുള്ള അവന്മാർക്ക് പേഴ്സണൽ മൊബൈൽ നമ്പറും കൊടുത്ത് ദിവസവും ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? നീ തന്നെ ചെയ്ത ഒരു കാര്യം നീ ചെയ്യുമായിരിക്കും, നിനക്ക് കുഴപ്പമില്ലായിരിക്കുന്നു. സ്വന്തം വരുത്തി വെച്ചിട്ട് അയാൾ ആ വോയിസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിന്നെ എപ്പോഴും പാടി പുകഴ്ത്തി നിന്നെ നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന നിനക്ക് യാതൊരു കുഴപ്പമില്ല, നിന്നെ വിമർശിക്കാൻ പാടില്ല, അതാണ് നിന്റെ കുഴപ്പം. പിന്നെ നീ ഇതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ എവിടെയെങ്കിലും ചീത്ത വിളിച്ചതായിട്ട് നിങ്ങൾക്കറിയാവോ? ഞാൻ വലിയ തറവാട്ടിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയില്ല, വിളിച്ചതായിട്ട് അറിയാവോ എന്ന്. ഈ ആൻസി തന്നെ ഇട്ട കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്, പലയിടത്തും കൂട്ടി നീ പറയാറുണ്ട്. ആൻസി കള്ളം പറയില്ല. ഞാൻ നിന്റെ വീഡിയോസ് കയറി നോക്കാറില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ബോറടിച്ചിട്ട് സഹിക്കാൻ പറ്റത്തില്ല. അത് കണ്ടിരിക്കുന്നവരെ, അത് ഞാൻ പറഞ്ഞല്ലോ, കണ്ടിരിക്കുന്നവർ ഇതേപോലെയുള്ള ഈ വായി നോക്കികളാണ്. കറക്റ്റ് വായി നോക്കികൾ. ഒരു തൊഴിലും ഇല്ലാതെ വീട്ടിൽ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, അവരുടെ ഒന്നും കാര്യം നോക്കാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല. ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ ചാനൽ വഴി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും. എൻ്റെ ചാനലിലും ഉണ്ട്, അന്തസ്സായിട്ട് കമൻ്റ് ഇടുന്ന ആണുങ്ങളുണ്ട് എൻ്റെ ചാനലിലും. എൻ്റെ വീഡിയോ എന്താണോ അതിന് അവർക്ക് അവർ തരുന്ന റിപ്ലൈ എന്താണോ, അവർ ഉദ്ദേശിക്കുന്ന റിപ്ലൈ എന്താണോ അത് തന്നിട്ട് മാന്യമായിട്ട് അവർ പോകും. എവിടെയും കൊട്ടേഷൻ കൊടുത്ത് ഞാൻ പറഞ്ഞു വിടാറില്ല, എവിടെയും കൊട്ടേഷൻ എടുത്ത് അവർ വരാറില്ല. അല്ലെങ്കിൽ ഇതെന്താ അവിടെ നടക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം. ഇപ്പോൾ ഒരുത്തനുണ്ട്, ഏതാ ഒരു സുധിൻ ദാസ്, അവൻ എന്നെ നിന്നെ കെട്ടിയോ? നിന്റെ ഹസ്ബൻഡാണോ? എന്തെങ്കിലും നിന്നെ അവിടെ നീ ഞങ്ങൾക്കെതിരെ പറയുന്ന ഒരു കാര്യത്തിന് നിന്നെ വിമർശിച്ച് കഴിയുമ്പം എൻ്റെ നേരെ കൊട്ടേഷനായിട്ട് പറഞ്ഞു വിടാനായിട്ട്, അല്ലെങ്കിൽ ആൻസിയുടെ നേരെ കൊട്ടേഷനുമായിട്ട് പറഞ്ഞു വിടാനായിട്ട് നിന്റെ ഹസ്ബൻഡാണോ അവൻ? അല്ലെങ്കിൽ അവിടെയുള്ള അവന്മാരുമായിട്ടൊക്കെയുള്ള ബന്ധം എന്താണ്? ഇത്രയ്ക്ക് അങ്ങോട്ട് തരം താഴാനായിട്ട് ചാവേറ് പോലെ ഇറങ്ങിയേക്കാണ് ഞങ്ങളെ കുറ്റം പറയുന്നതിന്. ആ വോയിസ് റെക്കോർഡിൽ കറക്റ്റ് പറയുന്നുണ്ട്, ആൻസിയെയും ഞങ്ങളെയും ഒക്കെയാണ് ആ ഗ്രൂപ്പിൽ തെറി വിളിക്കുന്നതെന്ന്. തെറി വിളിയാണ് ഇവരുടെ പണിയെന്ന്. അതിനെതിരെയാണ് ആൻസി ഒന്ന് ചിരിച്ചു പോയത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ചിരിച്ചപ്പം നിനക്കൊന്നും അത് പിടിച്ചില്ല. ചിരിക്കാൻ പോലുള്ള അവകാശം ഞങ്ങൾക്കില്ല. ഞങ്ങളെ അത്രയും തെറി പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ചിരിച്ചു പോയതാണ് നിനക്കൊക്കെ ബുദ്ധിമുട്ടായത്. അതെടുത്തിട്ട് എത്ര വീഡിയോ ആയിട്ട് നീ വന്നു, കണ്ടന്റുമായിട്ട് എത്ര വീഡിയോ ആയിട്ട് വന്നു. ഇതിനെല്ലാം നിന്നെയൊക്കെ എന്തെങ്കിലും ചോദിക്കാൻ നിന്നാൽ കുറേ കാട്ടുകോഴികൾ നിറഞ്ഞാടുന്ന ഒരു ചാനൽ, ഒരു വൃത്തികെട്ട ചാനൽ. ആ വൃത്തികെട്ട ചാനലിൽ ഞങ്ങളെ മെൻഷൻ ചെയ്യേണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾ അന്നും പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ പറയുന്ന റാണി തന്നെയാണ് ജാൻസി എന്തെങ്കിലും ചീത്ത പറഞ്ഞെങ്കിൽ പറയാൻ അപ്പോൾ റാണി തന്നെയാണ് ജാൻസി എന്ന് പറഞ്ഞ് റാണിയുടെ കമൻസും എടുത്തുകൊണ്ട് വരുന്നു. നാണമുണ്ടോ നിനക്ക്? ജാൻസിയുടെ ഒന്നും കിട്ടില്ല നിനക്ക്. കാര്യം അവരങ്ങനെ കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിയല്ല. ഞങ്ങളിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെയുള്ള ബാഡ് കമൻസ് കണ്ടാൽ മതി, അത്രത്തോളം കണ്ടിട്ടുണ്ടാവില്ല എന്ന്. നിങ്ങളുടെ വീഡിയോയുടെ താഴെയുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, മുഴുപ്പേൽമേരി, അവളിട്ട കമൻറ്റിൻ്റെ ഒന്ന് 7 അയലത്ത് ഇനിയിപ്പം റാണിയല്ല ആര് പിടിച്ചെന്ന് വെച്ചാലും നടക്കില്ല, കിട്ടില്ല. അത്രയ്ക്ക് നല്ലൊരു സാധനമാണ് അത് അവിടെ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് അത്രയ്ക്കും ദേഷ്യം വന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഈ കാട്ടുകോഴികൾ സമ്മേളനം നടത്തുന്ന ഒരു ചാനൽ ഇങ്ങനെ ഒരുത്തിയുടെ പുറകെ ഇങ്ങനെ ഞാൻ പറയുന്നത് ചില ഡിയോജികൾ ഇങ്ങനെ മണം പിടിച്ച് നടക്കും എന്ന് പറഞ്ഞതുപോലെ നടക്കുന്ന കുറേ അവന്മാർ. നീയൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ചാനലിൽ അവിടെ കിടന്നോണം, അവളുടെ ചുറ്റും വലം വെച്ചോണം. അവളുടെ കൊട്ടേഷനും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോരരുത്. നീ ഇന്നലെ ഇരുന്ന് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ഈ സുധിൻ ദാസ്
നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ അടുത്ത വീഡിയോ ഇടുമ്പോൾ നീ എന്നെ ബ്ലോക്ക് മാറ്റിയിട്ട് ഇടടിക്കുന്നത്, നീ എന്നാ ചെയ്യും? നീ മൂക്കെ കൂടെ അങ്ങ് വലിച്ചു കയറ്റുമോ? പിന്നെ എൻ്റെ ചാനലിൽ നിന്നെ ബ്ലോക്ക് ആക്കിയേക്കുന്ന നിൻ്റെ മാലിന്യം നീ അവളുടെ അടുത്ത് തന്നെ വിസർജിച്ചാൽ മതി. അവളുടെ ചുറ്റുമല്ലേ നീ നടക്കുന്നത്. അവളുടെ ചുറ്റും അവൾ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ വിസർജിച്ചാൽ മതി. അല്ലാതെ നടക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോരണ്ട നീ കേട്ടോ. നിൻ്റെ മാലിന്യം നിനക്ക് വൈഫ് ഉണ്ടാവും, മക്കളും ഉണ്ടാവുമല്ലോടാ വീട്ടിൽ. സ്വന്തം ഭാര്യയ്ക്ക് വീട്ടിൽ ഒരു എന്തെങ്കിലും ഉണ്ടോ, അരിയുണ്ടോ, കറി വെക്കാനുണ്ടോ എന്നൊന്നും നോക്കാൻ നിനക്ക് സമയം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ പുറകെ നടക്കും നീയൊക്കെ. ഇങ്ങനെയുള്ളവളന്മാർ കാരണം നശിച്ചു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. കാര്യം ഭയങ്കര ബിസിയാണെന്നാണ് പറയുന്നത്. ഭയങ്കര ബിസിയാണ്, രാവിലോട്ട് വൈകിട്ട് വരെ എപ്പോഴും ബിസിയാണ്, ലൈവാണ്, ചാറ്റാണ്. ഇതിനെല്ലാം കമൻ്റ് ഇടുന്ന കുറേ അവന്മാരാണ് വന്നിരുന്നിട്ട്. ഒരു ലേഡി നടത്തുന്ന ഒരുപാട് ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു ലൈവ് സ്വപ്നങ്ങളിൽ മാത്രം ഒരു ലേഡി നടത്തുന്ന ഒരു ചാനലാണ്. കുറേ കാട്ടുകോഴികളാണ് വന്നിരുന്ന് കമൻ്റ് ഇടുന്നത്. ഇവൾ എന്തെങ്കിലും കാണിക്കട്ടെ, ഇവള് കമൻ്റ് ഇടുവോ, കാട്ടുകോഴികൾ കമൻ്റ് ഇടുവോ, ഇവള് മറുപടി കൊടുക്കുകയോ, ഇവള് ആടിക്കുഴയുവോ, നൃത്തമാടുവോ, എന്തെങ്കിലും ചെയ്യട്ടെ. ഇതൊന്നും ഞങ്ങളുടെ മാറ്ററല്ല. പക്ഷെ അതിനിടയ്ക്ക് മെൻഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ടൈം പാസിന്, ടീ ബ്രേക്കിന് ഉപയോഗിക്കുന്ന വാക്കുകൾ ഞങ്ങളുടേതാണെന്ന് അറിയുമ്പോൾ ഞങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും അവസാനിക്കുന്നതെന്ന് അറിയുമ്പോൾ ആണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. അത് കറക്റ്റായിട്ട് നീ ഇട്ടേക്കുന്ന റെക്കോർഡിൽ അയാൾ പറയുന്നുണ്ട്. ആൻസിയ മറ്റവരെയൊക്കെ തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ഇട്ടെന്ന്. അപ്പം നീ പറഞ്ഞു നീ തെറി വിളിക്കാറില്ലെന്ന്. അവിടെ തെറി വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് നീ വിളിച്ച ഒരു തെറി അയാൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഭ ഡാഷ് മോളെ എന്ന്. ഭ 1 2 5 വാക്കുള്ള ഒരു വാക്ക്, ഒരു തെറി, ചീത്ത. അതെപ്പോഴും നീ വിളിക്കുന്ന ഒരു തെറിയാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ എന്നിട്ട് നാവിൽ വരിക അത്? പിന്നെ എന്ത് നീ ആക്ഷൻ കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഉമിനീര് വിഴുങ്ങുന്നു. എൻ്റെ ഉമിനീര് പോയിസൺ അല്ല, വിഴുങ്ങാൻ പറ്റും, ഇറക്കാൻ പറ്റും, തുപ്പിക്കളയേണ്ട കാര്യമില്ല. നീ അടുത്ത് കോളാമ്പി വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്, അത് പോയിസൺ ആയിരിക്കും. എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല, അസുഖമില്ല കേട്ടോ. പിന്നെ പശു അയവറക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് കാണിക്കേണ്ട കാര്യവും എനിക്കില്ല. മാറ്റി പിടിക്കുക. ഞാൻ അടിച്ച അതേ നാണയത്തിൽ അടിക്കാതെ എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിക്കുക. പിന്നെ നീ എൻ്റെ ചാനലിനെ പറ്റി പറയുന്നു, കണ്ടന്റിനെ പറ്റി പറയുന്നു. കണ്ടന്റ് സ്വന്തമായിട്ട് കണ്ടന്റില്ല. മറ്റുള്ളവർ നീ റിയാക്ഷൻ വീഡിയോസ് ഒന്നും കാണാറില്ലേ? നീ കാണിക്കുന്ന പോലെ കുട്ടിനിക്കറിട്ടാൽ മാത്രമല്ല വീഡിയോസ് ആവുന്നത്. അല്ലാതെ റിയാക്ട് ചെയ്യാൻ നിന്നെ പോലെയുള്ള സാധനങ്ങളുള്ള ഇടത്തോളം കാലം റിയാക്ട് ചെയ്യാൻ മനുഷ്യന്. പിന്നെ അഥവാ ആണെങ്കിൽ തന്നെ ഞാൻ കണ്ടന്റാണ് മറ്റുള്ളവരുടെ എടുക്കുന്നത്. ചാനല് മൂടോടെ മറ്റുള്ളവരുടെ അല്ല. മറ്റുള്ളവരുടെ വീട്ടിൽ പോയി തെണ്ടി മേടിച്ചുകൊണ്ട് വന്ന ചാനലല്ല എൻ്റെത്. എൻ്റെ ഓൺ ചാനലാണ്. ജസ്റ്റ് ഞാനൊന്ന് ഒരു ഇത്തിരി നേരം മെനക്കെട്ടുണ്ടാക്കി എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു സംഭവം അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടിയിട്ടൊരു ട്രെയിൻ പിടിച്ച് ഒരാളുടെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്നിരുന്നു അവരുടെ കൂടെ താമസിച്ച് കുറേ വീഡിയോ അങ്ങനെ ഇട്ട് 2 പേരുടെ ഇടയ്ക്ക് നിന്നൊരു കുറേ ഫോട്ടോ ഇട്ട് ഒരു ഫാമിലിയാണ് 2 പേരും കൂടെ താമസിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അവരുടെ ഇടയ്ക്ക് കയറാൻ ചെല്ലും. ഇടയ്ക്ക് കയറിയിരുന്ന് കുറേ ഫോട്ടോ ഇട്ട് തമ്മിൽ ഫുള്ളും ഇതായിരിക്കും. ഇവരെ ക്രൂശിക്കുന്നവരെ, ഇവരെ പറയുന്നവരെ. കാര്യം അവരുടെ ഫോട്ടോ കാണുമ്പോൾ കുറേ പേര് കാണുന്ന ഇവർക്കറിയാം. അവരോട് പറയുന്നവരെ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ. അവർ ഇടയ്ക്ക് കയറിയിരിക്കാൻ ചെല്ലും. എന്നിട്ട് അത് വീഡിയോയ്ക്ക് ആക്കിയിട്ട് ഇവൾ ഓർത്തത് അങ്ങോട്ട് ഓടി ചെന്നിട്ട് ഇത്രയും റീച്ചൊക്കെ ഉള്ള ഒരു ചാനലാണല്ലോ, അതിലെ ആളുകൾ മുഴുവൻ വന്ന് സബ്സ്ക്രൈബ് ചെയ്യും, എല്ലാവരും വന്നങ്ങ് സപ്പോർട്ട് ചെയ്യും, എന്നിട്ട് അങ്ങ് പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങ് നടക്കുമെന്ന് ഇവൾ വിചാരിച്ചത്. ഇപ്പോൾ വന്ന് ഒരു 3 എണ്ണം എപ്പോഴും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതുമില്ല. ഇപ്പോൾ പുതിയ ഒരുത്തൻ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ സുധിൻ ദാസ്. പിന്നെ ഒരുത്തൻ ഒരു അരുൺ എന്തോ ആണെന്ന് തോന്നുന്നു, ഒരുത്തൻ പതിയെ അനക്കി എൻ്റെ ചാനലിലേക്ക് വന്നിട്ടുണ്ട്. നിന്റെ പുറകെ നടക്കുന്ന ഈ ഡിയോജികളെയൊക്കെ മര്യാദയ്ക്ക് നിന്റെ കൂട്ടിൽ കെട്ടിയിട്ട് വളർത്താൻ പഠിക്കുക. ഇവനൊക്കെ കൊട്ടേഷനുമായിട്ട് എൻ്റെ അടുത്തേക്ക് എന്തിനാണ് പോരുന്നത്? നീ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നിന്നെ തിരിച്ച് ഞാൻ പറഞ്ഞിരിക്കും, ഉറപ്പായിട്ടും പറയും. നിന്നെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞങ്ങളെ പറഞ്ഞെങ്കിലും എൻ്റെ വീഡിയോയ്ക്ക് താഴെ മാന്യമായിട്ട് കമൻ്റ് ഇടുന്ന ഏത് വ്യക്തിയെപ്പറ്റി നീ പറഞ്ഞാലും ഞങ്ങൾ പറയും. അല്ലാതെ നിന്നെ പോലത്തെ ഉള്ള ഒരു വൃത്തികെട്ട ചാനലിൽ പറയുന്നത് കേട്ടിട്ട് മിണ്ടായിരിക്കേണ്ട കാര്യമില്ല. ഇത് കുറേ ലോക ഊടായ്പ് കോഴിത്തരം മാത്രം കാണിക്കാൻ അറിയുന്ന ആണുങ്ങളുള്ള ചാനൽ. എൻ്റെ ചാനലിൽ മാന്യമായിട്ട് കമൻ്റ് ഇടുന്ന ആണുങ്ങളുണ്ട്. അവർ ഞാനിടുന്ന കമൻറ്റ് വീഡിയോ എന്താണോ അതിനനുസരിച്ച് കമൻ്റ് ഇട്ടിട്ട് അവരവരുടെ വഴിക്ക് പോകുമ്പോൾ അവർ കൊട്ടേഷനുമായിട്ട് എങ്ങോട്ടും നടക്കാറില്ല. നിന്നെ ചീത്ത വിളിച്ച് വരാറുണ്ടോ? വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അവരൊക്കെ കുടുംബമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നവരാ. അതേപോലെ എനിക്കുള്ള ആളുകൾ കൂടുതൽ ലേഡീസ് തന്നെയാണ്, മാന്യമായിട്ട് കമൻ്റ് ഇടുന്നവർ തന്നെയാണ്. എനിക്ക് എവിടെ നിന്നെ ചേർത്ത് പിടിക്കുന്നു, കുറേ എണ്ണം ചേർത്ത് പിടിക്കും. ഞാൻ കണ്ടാൽ കുറേ എണ്ണം ഏതാന്ന് ആ ചേർത്ത് പിടി ഇവിടെ വേറെ ആർക്കും വേണ്ട. അത് അങ്ങനെ അവിടെ അങ്ങ് ചേർത്ത് പിടിച്ചോണ്ട് അവിടെ അങ്ങോട്ട് ഇരുന്നാൽ മതി.
ഇങ്ങനെയുള്ള വൃത്തികെട്ടതിനെ നിന്റെ ചാനലിൽ കുറേ വൃത്തികെട്ട അവന്മാരുണ്ടെന്ന് പറഞ്ഞ് നീ പറഞ്ഞ ബാഡ് വേർഡ് മാത്രം ഉപയോഗിക്കുന്നു. ഇവൻ ഈ സുധിൻദാസ് എന്ന് പറഞ്ഞ അവൻ കഴിഞ്ഞ തവണയിട്ട് കമൻറ്റ് ഞാൻ എടുത്തങ്ങോട്ട് തന്നു. ആ അസുഖം തീർക്കാനാണോ അവൻ അവിടെ വരുന്നത്? അത് അവിടെ തീർക്കാനാണ് അവിടെ വരുന്നതെങ്കിൽ അത് അവൻ അവിടെ തീർത്തിട്ട് അവിടെ ഇരുന്നാൽ മതി. എൻ്റെ അടുത്തേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് പോരണ്ട. ചാനൽ നടത്തുന്നു, ചാനൽ ഭയങ്കര വലിയ സംഭവമാണ്, അത്ര എൻ്റർടൈൻമെൻറ്റിന് ലൈവ് നടത്തും, ഒരുപാട് ലൈവ് ഞാൻ കാണുന്നുണ്ട്. അതിലൊക്കെ പെണ്ണുങ്ങളുടെ ചാനലിൽ പെണ്ണുങ്ങൾ പോയി കമൻ്റ് ഇടുന്നു, അല്ലെങ്കിൽ ആണുങ്ങൾ പോയി കമൻ്റ് ഇടുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കമൻ്റ് ഇടുന്നുണ്ട്, പക്ഷെ അവരൊക്കെ അവരുടെ കാര്യം പറഞ്ഞിട്ട് പോവാണ്. ഇത് കംപ്ലീറ്റ് ഇങ്ങനത്തെ കോഴി വർഗ്ഗം ആണുങ്ങൾ മാത്രമുള്ള ഒരു ചാനൽ. എന്നിട്ട് പിന്നെ നീ പറയുന്നത് എന്താ, കുറേ കാര്യമുണ്ടല്ലോ. പിന്നെ നിൻ്റെ പേര് ഞാൻ മാറ്റി കേട്ടോ, മറ്റേ ഹൊററമ്മച്ചിയല്ല, നിക്കറമ്മച്ചി. നിൻ്റെ ചാനലിൽ തന്നെ അയാൾ തന്നെ നിനക്ക് എതിരെ തിരിഞ്ഞടിച്ച ഒരു പേരാണ്. അത് തന്നെ അതാ നിനക്ക് ചേരുന്നത്, നിക്കറമ്മച്ചി. നിൻ്റെ പിന്നെ നിൻ്റെയൊക്കെ കാര്യം പറയേണ്ട കാര്യമില്ല. ഞാൻ വലിയ തറവാടി. ഈ ഏറ്റവും വലിയൊരു റിമൂവ് ചെയ്യപ്പെടേണ്ട ഒരു ഐറ്റമാണ് സോഷ്യൽ മീഡിയ. കാര്യം ജാതി സ്പർദ്ധ വളർത്തിയ ഒരു സാധനമാണ് നീ. വേറൊരു ജാതിയെ സപ്പോർട്ട് ചെയ്യുന്നു, ആ ജാതിയിൽ പെട്ട പെൺകുട്ടിയെ അമ്മായിയമ്മ ഹരാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നീ തന്നെ വേറെ ഒരാളോട് പറഞ്ഞതാണ്, ഞാൻ നായരായതുകൊണ്ട് നിനക്കൊന്നും എന്നോട് സംസാരിക്കാനുള്ള യാതൊരു യോഗ്യതയില്ലെന്ന് പറഞ്ഞ വൃത്തികെട്ട സ്ത്രീയാണ് നീ. മനസ്സിലായില്ല? ആ നിനക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? പിന്നെ അവർ അവിടെ പോയി വീഡിയോ ഉണ്ടാക്കിയത് അവരോടുള്ള വിശാല മനസ്ഥിതി ഒന്നുമല്ല, സേവനം ഒന്നുമല്ല, അവരെ സഹായിക്കാനും ഒന്നുമല്ല. നിനക്ക് ചാനലിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അറിയാം, ഏതെങ്കിലും ഇച്ചിരി റീച്ചായിട്ട് നിൽക്കുന്ന ചാനലുകാരുടെ അവിടെ ചെന്ന് അവരുടെ കൂട്ട് പിടിച്ച് ചാനൽ ഉണ്ടാക്കിയാൽ വലിയ സംഭവമായി പോകുന്നത് നീ അങ്ങ് വിചാരിച്ചു. അത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ അവരെ ആരും ഒന്നും ബൂസ്റ്റ് ചെയ്തിട്ടല്ല. അങ്ങനെ ബൂസ്റ്റ് ചെയ്തെങ്കിൽ നീ ആ ജാതി സ്പർദ്ധ വളർത്തത്തില്ല. ആ ജാതിയെപ്പറ്റി നീ പറയത്തില്ല, ജാതിയെപ്പറ്റി പൊങ്ങിയടിച്ച് നീ പറയത്തില്ല. അത് തന്നെയല്ല, അത് കഴിഞ്ഞും ഫുള്ളും വന്നു കഴിഞ്ഞിട്ട് മുഴുവൻ യൂട്യൂബിൽ അവരുടെ തമ്മനയിലും വെച്ചിട്ട് അവരുടെ നടുക്ക് കയറിയിരുന്നിട്ടുള്ള ഫോട്ടോ ഇട്ട് നീ വീഡിയോ ചെയ്യത്തില്ല. അപ്പം നിനക്ക് എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നിൻ്റെ ലക്ഷ്യം. അത് തന്നെയാണ് നീ ഇപ്പോഴും ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളുടെ പേര് വെച്ച് പറയുന്നു, നിങ്ങളുടെ ഇവളുമാരാരാ, ഭൂലോകരംഭകളോ എന്ന് നീ ഇങ്ങനെ പറയുന്നുണ്ട്. ഭൂലോകരംഭകളാണോ ഇവളുമാർ? ഭൂലോകരംഭകളാണോ? ഞങ്ങൾ എവിടെയാണ് പറഞ്ഞത്? എവിടെയാണ് പറഞ്ഞത് ഭൂലോകരംഭകളാന്ന്? ഇത് എന്തിനു വേണ്ടിയിട്ട് നീ പറയുന്നതാണെന്നറിയോ? ഇത് കാണുമ്പം നിൻ്റെ ഈ കോഴികൾ, നിൻ്റെ ഈ ചുറ്റും നടക്കുന്ന ഈ ഡിയോജികളില്ലേ, ഇവന്മാർ പറയണം, അയ്യോ ദിയ സൂപ്പർ അല്ലേ, അവളുമാരെന്ത് എന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് നീ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ എവിടെയാണ് പറഞ്ഞേക്കുന്നത്? അതും SP ആയിട്ടുള്ള നീ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. SP മീൻസ് മറ്റേ SP അല്ല, സൂപ്രണ്ടോ പോലീസ് അല്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് സ്വയം പൊങ്ങി. നിൻ്റെ ഒരു ഷോർട്സിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിന്നലെ. അതിൽ ഒരു മെയിൽ വോയിസ് ആണ് കേട്ടോ. ആ പാട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലർക്കെങ്കിലും അറിയായിരിക്കും. ഇതുപോലൊരു സുന്ദരിയുണ്ടോ, ഇവളെ കൊതിക്കാത്തവളുണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ലിറിക്സ്. വേറെ 1-2 കൂടെയാണ്, ഞാൻ മറന്നുപോയി. മെയിൻ ഇത് മതിയല്ലോ. ഇത് ഇവളുടെ ഫോട്ടോ എടുത്തിട്ട് കുറച്ച് മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് ഇവളിങ്ങനെ ഒരു നടത്തമുണ്ടല്ലോ, ആ നടക്കുന്ന വിഷ്വൽ ഇട്ടിട്ട് ഇവള് തന്നെ ഇട്ടേക്കാണ് ആ പാട്ട്. ഇതുപോലൊരു സുന്ദരിയുണ്ടോ, ഇവളെ കൊതിക്കാത്തവരുണ്ടോ. അപ്പോൾ ഇവളുടെ വിചാരം ലോകത്തുള്ള ആണുങ്ങൾ മുഴുവൻ ഇവളെ കൊതിച്ച് നോക്കി വെള്ളം പിറക്കി നടക്കുകയെന്ന് ഇവളുടെ വിചാരം. അതാണ് ഇവള് ഇത്രയ്ക്ക് അങ്ങോട്ട് മറ്റുള്ളവരെ പറയുന്നത്. നീ രംഭയാണെന്നാണോ? നീയൊക്കെ എന്നെ ഭൂലോക രംഭയാണോ? ഞാനൊരു രംഭ ഇവിടെ ഇരിക്കുമ്പോൾ നീയൊക്കെ രംഭയാന്ന് പറയാൻ വരുന്നോടി എന്നാണ് ഉദ്ദേശിക്കുന്നത് മാഡം. നിന്റെ പുറകെ നടക്കുന്നവന്മാർ കാണുമായിരിക്കാം ഇതേപോലെയുള്ള കാട്ടുകോഴികൾ. നീ വിചാരിക്കും നിന്റെ പുറകെ കുറേ എണ്ണ ഇങ്ങനെ നടക്കുന്ന, നിന്റെ വഴിഞ്ഞൊഴുകുന്ന സൗന്ദര്യം നിനക്കുള്ളത് കൊണ്ടാണ്. ഒന്നുമല്ല, വെറുതെയാ. ഒരു കോലിൽ ഒരു സ്റ്റിക്കിൽ തുണി ചുറ്റി വെച്ചാലും പെണ്ണെന്നുള്ളൊരു ഇത് തോന്നിയാൽ അതിൻ്റെ പുറകെ നടക്കുന്ന കുറേ കില്ല അവന്മാരുണ്ട്. ആ കാറ്റഗറിയിൽപ്പെട്ടവന്മാർ തന്നെയാണ്. അത്രയേ ഉള്ളൂ നിൻ്റെ കൂടെ. മാന്യമായിട്ട് കമൻ്റ് ഇടുന്ന, മാന്യമായിട്ട് സംസാരിക്കാൻ മാന്യതയുള്ള ഒരുത്തനും നിൻ്റെ കൂടെയില്ല. അതിന് വേറൊരു മാനദണ്ഡം കൂടെയുണ്ട്. അങ്ങനെ പുറകെ ചാകര പോലെ വരണമെങ്കിൽ എന്താണെന്ന് പറയും, ഞാൻ സിംഗിളാണ് ഗൈസ്, അതിലുണ്ട് ഞാൻ മിങ്കിളാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. മാട്രിമോണിയിൽ പരസ്യം കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കല്യാണക്കാരെ കൊണ്ട് ഒരു നിവർത്തില്ല, രാവിലെ തൊട്ട് വൈകിട്ട് വരെ വിളിയാന്നാണ് പറയുന്നത് മാട്രിമോണിന്ന്. 90 വയസ്സായ ഒരു അമ്മച്ചി കൊണ്ട് പരസ്യം ഇട്ടാലും മാട്രിമോണി സൈറ്റിൽ പരസ്യം കൊടുത്താലും വിളി വരും. സ്വാഭാവികം. ഏത് പ്രായത്തിലും ഏത് രൂപത്തിലും ഏത് കോലത്തിലും ഉള്ള ആളുകൾക്ക് വിളി വരും. അത് നിനക്ക് മാത്രമല്ല, നിനക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. അങ്ങനെ നീ തെറ്റിദ്ധരിച്ചെങ്കിൽ നിന്റെ തെറ്റാണത്. മനസ്സിലായില്ലേ? എന്നിട്ട് ഇപ്പോഴും എല്ലാ തെളിവുമുണ്ട് എന്താണ് അവിടെ നടക്കുന്നത്. നിന്റെ ഗ്രൂപ്പിൽ നടക്കുന്നത്, സ്വന്തം ഗ്രൂപ്പിൽ. നീ ചിലപ്പോൾ അങ്ങനെയുള്ളവന്മാർ വല്ലതും പറയാൻ നീ സഹിക്കുമായിരിക്കും. ഞാൻ സഹിക്കത്തില്ലടി. ഞാൻ അങ്ങനെയുള്ള അവന്മാർക്ക് ഞാൻ അവസരം ഉണ്ടാക്കി കൊടുക്കത്തില്ല. ചാറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കത്തില്ല. രാത്രി മുഴുവൻ അവരുമായിട്ട് ലൈവിലും ഇരിക്കത്തില്ല.
ഞാൻ അങ്ങനെയുള്ള അവസരം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കത്തില്ല. നിന്നെപ്പോലെയുള്ള കുറേ എണ്ണമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നീ വലിയ കൂടുതൽ ഗീർവാണം അടിച്ച് അങ്ങ് പോകാതെ, ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാതെ കേട്ടോ. അത്ര വലിയ സംഭവമൊന്നുമല്ല, ഒരു സംഭവമല്ല നീ എന്നുള്ളത് എനിക്കറിയാം. പിന്നെ പുലി പതുങ്ങിയതോ ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് പറഞ്ഞ ഒരു കുതിപ്പങ്ങ് കണ്ടായിരുന്നു. ചില പോസ്റ്ററൊക്കെ കാണിച്ചു. എവിടെ കുതിപ്പും ചാട്ടം എവിടം വരെയായി? അവിടെ ചാടിയിട്ട് മറ്റേ അവന്മാരുടെ കൂടെ ആനന്ദ നടനമാടി അങ്ങ് നടന്നാൽ മതി. ഇത് പട്ടികളെ ഇങ്ങോട്ടെങ്ങാനും അഴിച്ചു വിട്ടാ, നിന്റെ ചുറ്റും നടക്കുന്ന ആ പട്ടികളെ ഇങ്ങോട്ടെങ്ങാനും അഴിച്ചു വിട്ടാൽ അതിന് കൂലി കിട്ടുന്നത് നിനക്കായിരിക്കും, നിനക്ക് മാത്രമായിരിക്കും. അത് നീ ഓർത്തോ. പിന്നെന്താ, പിന്നെ 25 ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് എഡിറ്റ് ചെയ്യുന്നു ഇത്രേ. 25 എഡിറ്റിങ് എന്തിനാണോ അതല്ലാതെ അങ്ങ് പറഞ്ഞാൽ പോരെ, സൗകര്യമില്ല. ഞാൻ എഡിറ്റ് ചെയ്യും. കാര്യം എൻ്റെ വീഡിയോ കാണാനിരിക്കുന്ന, നിൻ്റെ വീഡിയോ കാണാനിരിക്കുന്ന പോലെയുള്ള കാട്ടുകോഴികളല്ല, വായി നോക്കി ഡിയോജികളല്ല, അന്തസ്സുള്ള ആളുകൾ. അപ്പം അതിൽ എൻ്റെ സംസാരം എവിടെയെങ്കിലും ലാഗടിക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടേ ഞാൻ അവരെ കാണിക്കും. അവരുടെ സമയത്തിന് ഞാൻ മാന്യത കൽപ്പിക്കാറുണ്ട്. അല്ലാതെ നിൻ്റെ അവിടെ വന്നിരിക്കുന്ന വെറുതെ യൂസ്ലെസ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, വായി നോക്കി മണം പിടിച്ച് നടക്കുന്ന ഡിയോജികൾ, അതല്ല ഇവിടുത്തെ ഓഡിയൻസ്. അതാണ് വ്യത്യാസം. മനസ്സിലായില്ലേ? ലാഗടിപ്പിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിൻ്റെ കൈ കൊണ്ടാണോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്? ഞാനല്ലേ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ നീ പറയുന്നത് നിൻ്റെ നെറ്റ്, നിൻ്റെ മൊബൈല്, നിൻ്റെ വീട് നീ ചെയ്യുന്നു. ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. സ്ത്രീയെ, അവിടെ വന്നിട്ട് നിൻ്റെ നെറ്റ് എടുത്തിട്ടാണോ ഞാൻ ചെയ്യുന്നത്? വിവരം കുറച്ച് ബോധം വേണ്ടേ? ഇങ്ങനെ 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 കാണിക്കാൻ പഠിച്ചാൽ പോരാ. 2 കൈയും എന്നിട്ട് ഒരു 500 ഷോർട്സ് ഇട്ടിട്ട് അയ്യോ ഈ ഡ്രസ്സ് ഇട്ടു, ഞാൻ സുന്ദരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതിന് നീ എന്ത് പറയാവോ? ആരെന്ത് പറയാൻ നിന്നിട്ടാ? ഇതിനി എന്ത് പറയാവോ? അയ്യോ അതിട്ടു, അതിനി എന്ത് പറയുവാവോ? എന്തൊക്കെ ഗോഷ്ടിയാണ് കാണിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്. എന്നിട്ട് പറയാണ് നീയൊക്കെ ഭൂലോക രംഭകളാണോ, നീയൊക്കെ രംഭകളാണ്. ഇവൾ പറയാതെ പറയാണ് ഞാനാണടി രംഭ. ഇത്രയൊരു രംഭ നിൽക്കുമ്പം നീയൊക്കെ എന്ത് കാണിച്ചിട്ട് എന്താന്ന് ഇവള് പറയാതെ പറയാണ് ഈ സ്ത്രീ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിൻ്റെ ആ നാടകവും കളിയും അഭിനയവും വെച്ചുകൊണ്ട് അവിടെ അങ്ങോട്ട് നിന്നാൽ മതി. എനിക്ക് ഏറ്റവും പറയാനുള്ളൊരു കാര്യം അതാ. നിൻ്റെ വളർത്തു നായ്ക്കൾ അവൻ പറഞ്ഞായിരുന്നു നിനക്ക് എന്താടോ, നിനക്ക് എന്താ? ഞാൻ ആദ്യം ചോദിച്ചല്ലോ, നീ അവളുടെ ഹസ്ബൻഡാണോ? നിനക്ക് ഇത്രയും അങ്ങോട്ട് കയറിക്കൊള്ളാൻ? അവളെ പറയുമ്പോൾ കയറിക്കൊള്ളാൻ നീ അവളുടെ ഹസ്ബൻഡാണോ? ഈ ചോദിക്കുന്ന എല്ലാ അമ്മമാരെയും അവളുമായിട്ടുള്ള ബന്ധം എന്താ? ഇത്രയ്ക്ക് സാധാരണ ഹസ്ബൻഡുമാർക്ക് ഭാര്യമാരെ പറയുമ്പോഴേ ഇത്രയ്ക്ക് അങ്ങോട്ട് കൊള്ളുന്നത്. അതുകൊണ്ട് ചോദിക്കുക, ഞങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക്, ഞങ്ങളെ വിളിക്കുന്ന ചീത്തകൾക്ക്, ഞങ്ങളെ അവിടെ മെൻഷൻ ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന മാന്യമായിട്ടുള്ള റിപ്ലൈക്ക് നീയൊക്കെ ഈ വൃത്തികെട്ട അഴുക്കുചാലി കിടക്കുന്ന കമൻറ്റുമായിട്ട് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചത്. അവൾക്കെതിരെ പറയുമ്പോൾ നിനക്കെതിരെ പറയാൻ വന്നോ? അത് ആ കമൻറ്റ് എടുത്ത് വെച്ച് പറഞ്ഞത് നീ അതുപോലത്തെ വൃത്തികെട്ട കമൻറ്റ് ഇട്ടിട്ടാ. മനസ്സിലായില്ലേ? ആൻസി മാന്യമായിട്ടൊരു കമൻറ്റ് ഇട്ടപ്പോൾ നീ പറഞ്ഞു നിൻ്റെ ജെയ്സന് നട്ടല്ലുണ്ടോ എന്ന്. നിനക്കുണ്ടോ അത്? നീ എന്നെ 10,000 എടുത്ത് ഓടി നടക്കുന്നതിൻ്റെ വീട്ടിൽ ഭാര്യയൊന്നും ഇല്ലേ? വേറെ പണിയൊന്നുമില്ലേ നിനക്ക്? നേരം വെളുക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ ഒരു ലേഡീസ് നടത്തുന്ന ഒരു ചാനലിൽ വന്ന് കുത്തിയിരിക്കാനായിട്ട്. അവിടെ ഇരുന്ന് എന്തെങ്കിലും കാണിക്കും. ഞാനതാ പറയുന്നത്, അവിടെ ഇരുന്ന് നീയൊക്കെ കൂടെ കടിപിടി കൂടുവോ, ബഹളം കൂടുവോ, എന്തെങ്കിലുമൊക്കെ കാണിക്കും. പിടിച്ച ആ വൃത്തികെട്ട ചാനലിൽ വന്നിരുന്ന് ആ ചങ്ങലയും പൊട്ടിച്ചോണ്ട് അവിടെ നിന്ന് അവളുടെ വക്കാലത്തുമായിട്ട് ഇങ്ങോട്ട് പോരരുത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. മെയിനായിട്ടും ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതന്നെ ഈ ഒരു 3, 4, 2, 6 ആണുങ്ങൾ റിപ്പീറ്റ് കമൻ്റ് ഇടുന്ന ഈ ചാനലിനെ പറ്റിയിട്ട് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. കണ്ടന്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഭിക്ഷ എടുത്ത് ഒരു ചാനൽ നടത്തുന്ന വ്യക്തിയാണ് നീ. ഭിക്ഷ ആരുടെയോ സൗജന്യമാണ് നിൻ്റെ ചാനൽ. ഒരു വീട്ടിൽ ആങ്ങളെ പെങ്ങന്മാർക്കും ആങ്ങളയ്ക്കും പേരൻസ് മക്കൾക്കും അല്ലെങ്കിൽ റിലേറ്റീവ്സിനും അങ്ങനെയൊക്കെ ചാനൽ തുടങ്ങി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഇത് ഒരുത്തി ഇവിടെ നിന്ന് ഞാൻ പറയില്ലേ ഭിക്ഷ എടുക്കാനായിട്ട് ട്രെയിൻ പിടിച്ച് വന്ന ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് പൊക്കിക്കൊണ്ട് സ്വന്തമായിട്ടൊരു ചാനൽ പോലും ഇല്ലാത്തവളാണ് സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ല എന്നും പറഞ്ഞിട്ട് എന്നോട് പറയുന്നത്. നിന്റെ കാര്യം നോക്കിപ്പോൾ നീ ഞങ്ങളെ മെൻഷൻ ചെയ്യാത്തിടത്തോളം കാലം, കാര്യം അത്രയ്ക്ക് വേസ്റ്റ് ആയിട്ടുള്ളൊരു ചാനലാണ് അത്. അതിൽ ഞങ്ങളെ മെൻഷൻ ചെയ്യാത്തിടത്തോളം കാലം ഞങ്ങൾ ഒന്നിനും വന്നിട്ടില്ല. ഇതിപ്പോൾ ഇന്നലെയും എനിക്ക് വാട്സപ്പിൽ വന്നിട്ട് ആരും പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടല്ല ഞാൻ വരുന്നത്. ഞാൻ കമൻറ്റിൽ കണ്ടതാണ്, കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെയും വന്നിട്ട് നിറഞ്ഞാടുന്നു. നിന്റെ നിറഞ്ഞാട്ടത്തിനിടയിലും ഇതേപോലെയുള്ള വൃത്തികെട്ട ഡിയോജികൾ വരുന്നത് അവിടെ നിർത്തിക്കോണം.
അവിടെ ചങ്ങലയിട്ട് പൂട്ടി അവിടെ നിർത്തിക്കോണം. ഒരുത്തം വന്നതിന് അതേപോലെ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്, വീണ്ടും തിരിച്ച് അവിടെ വന്ന്. ഇവനൊന്നും ഒരു പണിയില്ലെന്നാ, സ്വന്തം കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കണ്ടാവില്ല ഇവനൊന്നും. കരയിൽ കിടക്കുന്ന പെണ്ണുങ്ങളുടെ മുഴുവൻ പുറകെ നടക്കുക, വൃത്തികെട്ട ജാതിയൊക്കെ. ഇതുപോലെയുള്ളവന്മാരാണ് ഇതുപോലെ ഉള്ള അവന്മാർ കാരണമാണ് എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോകുന്നത്. പറഞ്ഞു തിരുത്താനും. അതുപോലെ ഇവള് പറയുന്നുണ്ട്, വേറൊരു പാവം പിടിച്ച് അവളെ വല്ലവരെയും കുറ്റം പറഞ്ഞ കുറേ വീഡിയോസ് ഉണ്ട്. അതിലൊക്കെ എത്രയോ പാവമായിരുന്നു അവർ. എന്തൊരു സിമ്പതി. നീ അങ്ങനെ നല്ലൊരു സ്ത്രീയാണെങ്കിൽ നീ ചെയ്യുന്നത് എന്തായിരുന്നെന്നറിയോ? അവിടെ കെട്ടി എഴുന്നള്ളി അവിടെ ചെന്നിട്ട് നീ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ നിങ്ങളുടെ അമ്മയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളാണ്, നിങ്ങൾ ഇതേപോലെ പബ്ലിക്കായിട്ട് പറയല്ലേ, പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയില്ല, നിങ്ങൾ സ്വകാര്യമായിട്ട് പറഞ്ഞ് പരിഹരിക്കുക. എന്നെ നീ പറയേണ്ടാവുള്ളൂ. നീ അത് കുത്തിത്തിരിപ്പുണ്ടാക്കി നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന ആളാ നീ. അപ്പം അതുകൊണ്ട് നിന്റെ സപ്പോർട്ട്, നിന്റെ ആ ഓഞ്ഞ റീൽസും ഓഞ്ഞ ഷോർട്സും ഒന്നും കാണാൻ വേണ്ടിയല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ആ വൃത്തികെട്ട ചാനലിലേക്ക് ഞങ്ങളെ വലിച്ചഴിക്കരുത്, അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്ന ആളുകളെ, മാന്യമായിട്ട് കമൻ്റ് ഇടുന്ന ആളുകളെ വലിച്ചഴിക്കരുത്, എന്നെയും വലിച്ചഴിക്കരുത്. അപ്പോൾ അതിൻ്റെ മറുപടി ഞങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വരും. ഇനി ഇതിൻ്റെ ബാക്കി സംസാരിക്കാനായിട്ട് നിക്കറമ്മച്ചിയുടെ അടിമകൾ, നിക്കറമ്മച്ചിയുടെ പുറകെ ഇങ്ങനെ റൂംത്ത് ചുറ്റി നടക്കുന്ന ഡിയോജികളുണ്ടാവും. നിനക്കൊക്കെ വോമിറ്റ് ചെയ്യാനുള്ളത് അവിടെ വോമിറ്റ് ചെയ്യും, എന്നിട്ട് അവളുടെ പോലെ പിടിച്ച് നാണം കൊണ്ടോടാ. കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടോ നിനക്കൊക്കെ? നടക്കുക ഇവനൊക്കെ. നേരം വെളുക്കുമ്പോൾ ഇറങ്ങിയിട്ട് ഒരു ലേഡീസിൻ്റെ ചാനലിൽ, അത് ഒരു ലേഡി നടത്തുക. ഇങ്ങനെ കുറേ ലേഡീസിൻ്റെ ചാനലിൽ ഇങ്ങനെയുള്ള കുറേ അവന്മാരുണ്ട്, അതെനിക്കറിയാം. ഇവിടെ ഇപ്പോൾ സെയിം അത് തന്നെയാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് കാണാനാണോ എന്തോ. എന്നിട്ട് ബാക്കിയുള്ളവരെ കൊട്ടേഷൻ കൊടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അത് അവിടെ അങ്ങോട്ട് നിന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് പറയാനായിട്ട്.